Hello students, we will discuss bacterial diseases. Bacterial diseases in the category two diseases one typhoid, pneumonia. So I'll be writing typhoid and pneumonia. Okay, these are bacterial diseases. So causative organism bacteria and different bacteria. And different bacteria and diseases. Typhoid causative organism, causative bacteria are Salmonella typhi. Salmonella typhi. Scientific name you should write like this. Like this only. Salmonella typhi is the causative bacteria in typhoid. Typhoid is a kind of fever. Typhoid fever is fever the main symptom. Fever is related to and എങ്ങനെയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് കടക്കുന്നത്? ഇതിനൊരു റൂട്ട് ഉണ്ടായിരിക്കും, ഒരു എൻട്രി ഉണ്ടായിരിക്കും. ആ എൻട്രൻസ് ഏതാണെന്ന് ഞാൻ പറയാം. എൻട്രി, ഈ ബാക്ടീരിയയുടെ എൻട്രി ആണ് പറയുന്നത് മൗത്ത് ആണ്. ത്രൂ മൗത്ത്. ആൻഡ് ഇതിന്റെ ഡെസ്റ്റിനേഷൻ, ഈ ബാക്ടീരിയയുടെ ഡെസ്റ്റിനേഷൻ ഇത് എവിടെ എത്തും? മൗത്തിൽ കൂടി ആകുമ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്ട് ആയിരിക്കും അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. സോ ഇറ്റ് വിൽ റീച്ച് ദ ഇൻറ്റസ്റ്റൈൻ. ഇതാണ് ഇതിന്റെ ഡെസ്റ്റിനേഷൻ. ഇൻറ്റസ്റ്റൈൻ ആണ് ഡെസ്റ്റിനേഷൻ. ഇൻറ്റസ്റ്റൈൻ മാത്രമല്ല, ഇൻ സിവിയർ കേസസ് ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഇവർ മൈഗ്രേറ്റ് ചെയ്ത് മറ്റു പല ഓർഗൻസിലോട്ട് പോകാം ത്രൂ ബ്ലഡ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മൗത്തിൽ കൂടി കയറി ഇൻറ്റസ്റ്റൈനിൽ എത്തണമെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്ത് വഴിയായിരിക്കും? എന്താണ് അതിന്റെ റീസൺ? ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എത്താനുള്ള റീസൺ എന്തായിരിക്കും? ഫുഡും വാട്ടറും ഒക്കെ കണ്ടാമിനേറ്റഡ് ആകുക അല്ലേ. മൗത്തിലൂടെ കിടക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയോ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയാണ് ഈ ബാക്ടീരിയ ബോഡിക്കകത്തോട്ട് എത്തുന്നത്. സോ ദിസ് ബാക്ടീരിയ ആർ ക്യാരിഡ് ബൈ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ബാക്ടീരിയ ആർ ക്യാരിഡ് ബൈ contaminated food and water. Food and water. Okay, ini infected person de stoolilum urinilum okke ee bacterial presence undayirikkum. This bacteria are present in, ഞാൻ എഴുതാം, this bacteria are present in stool and urine. ഇൻഫെക്റ്റഡ് പേഴ്സന്റെ ഫീക്കൽ മാറ്ററിലും യൂറിനിലും ഒക്കെ ഈ ബാക്ടീരിയൽ പ്രസൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫുഡും വാട്ടറും ഒക്കെ കണ്ടാമിനേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ സ്റ്റൂളും യൂറിനും ഫീക്കൽ മാറ്റർ കലർന്ന വെള്ളം, ഫീക്കൽ മാറ്റർ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡ്, അതുവഴിയൊക്കെയാണ് മറ്റൊരു പേഴ്സൺ, ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സന്റെ ബോഡിയിലേക്ക് ഇവർ കടക്കുന്നത്. മറ്റൊരു പേഴ്സൺ ഇൻഫെക്റ്റഡ് ആകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ദിസ് ഇസ് എ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. മനസ്സിലായോ? ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ഇൻറ്റസ്റ്റൈൻ ആണ് ഞാൻ പറഞ്ഞു. ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ കുറേ സിംറ്റംസ് ഉണ്ടാകും കേട്ടോ. മെയിൻലി ഫീവർ ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻ സിവിയർ കേസസ് ഇറ്റ് ക്യാൻ കോസ് ഇൻറ്റസ്റ്റൈനൽ ലെഷൻസ്. ഓക്കെ, അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇൻറ്റസ്റ്റൈനൽ ലെഷൻസ്. ഇൻറ്റസ്റ്റൈനൽ ലെഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. സെയിം ആണ്, പെർഫറേഷൻസ്. അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ വോളിനെ അത് ഡിസ്ട്രക്ട് ചെയ്യും. ഈ ബാക്ടീരിയ ഇൻറ്റസ്റ്റൈനൽ വോളില്ലേ അതിനെ ഡിസ്ട്രക്ട് ചെയ്യും. ഇൻറ്റസ്റ്റൈനിൻ്റെ വോളിലുള്ള ഒരു കൈൻഡ് ഓഫ് സെൽസ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ്, ഒരു മാസ് ഓഫ് ടിഷ്യൂ ഉണ്ട്. മാസ് ഓഫ് ലിംഫോയിഡ് ടിഷ്യൂ എന്ന് നമ്മൾ പറയും. അതിൻ്റെ പേരാണ് പേയേഴ്സ് പാച്ചസ് കേട്ടോ. നെക്രോസിസ് ഓഫ് പേയേഴ്സ് പാച്ചസ്. പേയേഴ്സ് പാച്ചസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെക്രോസിസ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഡെത്ത് കേട്ടോ. സെൽ ഡെത്ത് അല്ലെങ്കിൽ സെൽ ഇഞ്ചുറി അങ്ങനെയൊക്കെ പറയാറുണ്ട്. ടിഷ്യൂ ഡെത്ത്, സെൽ ഡെത്ത്. ഓക്കെ, അപ്പോൾ ഈ ബാക്ടീരിയയുടെ ടാർഗറ്റ് ആരാണ്? നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ വോളിലുള്ള പേയേഴ്സ് പാച്ചസ് ആണ്. പേയേഴ്സ് പാച്ചസ് എന്താണെന്ന് ഞാൻ പറഞ്ഞേ, ഇൻറ്റസ്റ്റൈനൽ വോളിലുള്ള മാസ് ഓഫ് ലിംഫോയിഡ് ടിഷ്യൂസ് ആണ്. ലിംഫോയിഡ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ദേ ആർ കണക്റ്റഡ് വിത്ത്, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുന്നവരാണ് അല്ലേ. അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലോട്ട് എത്തുന്ന പാത്തോജൻസിനെയൊക്കെ മോണിറ്റർ ചെയ്യുന്നവരാണ് ഈ സെൽസ്, പേയേഴ്സ് പാച്ചസ്. അപ്പോൾ ഇവർ പോയി അറ്റാക്ക് ചെയ്യും. സാൽമോണല്ല ടൈഫി പോയി അറ്റാക്ക് ചെയ്യും. ദാറ്റ് മീൻസ് ദേ ലീഡ് ടു നെക്രോസിസ് ഓഫ് പേയേഴ്സ് പാച്ചസ്. പേയേഴ്സ് പാച്ചസിൻ്റെ ഡെത്തിന് കാരണമാകും. സോ ഇൻറ്റസ്റ്റൈനൽ വോളിലെ
ഡാമേജ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഡിസീസിന്റെ സിംറ്റംസ് നോക്കാം. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ദിസ് ഡിസീസ്? സിംറ്റംസ് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഡിസീസിന്റെ സിംറ്റംസ് ഫീവർ ആണ് അല്ലേ? ഹൈ ഫീവർ. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 39 to 39 ഡിഗ്രി സെൽഷ്യസ് ടു 40 അല്ലേ? 40 ഡിഗ്രി സെൽഷ്യസ് ഹൈ ഫീവർ ആണ് പറയുന്നത്. പിന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഹെഡേക്ക് വരാം അല്ലേ? നമുക്കറിയാവുന്നതാണ്. ഹെഡേക്ക് വരാം, ഡിസിനെസ് വരാം, സ്റ്റൊമക് പെയിൻ വരാം അല്ലേ? ബിക്കോസ് ഈ ബാക്ടീരിയ ഇൻറ്റസ്റ്റൈനിലാണ് ഉള്ളത്. സ്റ്റൊമക് പെയിൻ വരാം. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റമാണ് കോൺസ്റ്റിപ്പേഷൻ. ഇത് കോമൺ ആണ്. കോൺസ്റ്റിപ്പേഷൻ ഈസ് കോമൺ. പക്ഷെ ചിലർക്ക് ഡയേറിയ വരാം. പിന്നെ ഈ പറഞ്ഞ പോലെ സിവിയർ കേസസിൽ സിവിയർ ആയി കഴിയുമ്പോൾ എന്താ? ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ, ഇൻറ്റസ്റ്റൈനൽ വോളിലെ ഡാമേജ് കേട്ടോ. ഇനി ഈ ടൈഫോയിഡ് ഡിസീസ് എങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്? അതിനായിട്ടുള്ള ടെസ്റ്റ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈഫോയിഡ് ഫീവർ കൺഫേം ചെയ്യുന്ന ടെസ്റ്റ്. ആ ടെസ്റ്റിന്റെ പേരെന്താണ്? വിഡാൽ ടെസ്റ്റ് ഫോർ കൺഫേമിംഗ് ടൈഫോയിഡ് ഡിസീസ്. അപ്പോൾ ടൈഫോയിഡ് ഡിസീസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോസറ്റീവ് ഓർഗാനിസം ഓർക്കണം, അതിൻ്റെ സിംറ്റംസ് ഓർക്കണം. സിവിയർ കേസസിൽ ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻസ് ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി, ആൻഡ് ഡെത്തിന് കാരണമാകാം കേട്ടോ. പണ്ടൊക്കെ വളരെ പണ്ട് ഒത്തിരി ആൾക്കാർ ടൈഫോയിഡ് വന്ന് മരിച്ചു പോയിട്ടുണ്ട്. പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടാതെ, പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാതെ, ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടാതെ കേട്ടോ. അപ്പോൾ അത് ഡെത്തിനും കാരണമാകാം ടൈഫോയിഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു പാരഗ്രാഫിൽ ഈ ടൈഫോയിഡ് ഡിസീസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടൈഫോയിഡ് മേരിയെ കുറിച്ച് പറയുന്നുണ്ട്. മേരി മാലൺ എന്ന് പറഞ്ഞ ലേഡിക്ക് ഡിസീസ് ഉണ്ടായിരുന്നു അല്ലേ? ഷി വാസ് എ കാരിയർ ആൻഡ് ഷി വാസ് എ കുക്ക് ബൈ പ്രൊഫഷൻ. അപ്പോൾ അവരുണ്ടാക്കിയിരുന്ന ഭക്ഷണത്തിൽ കൂടെയൊക്കെ ഈ ഡിസീസ് അവർ ഒത്തിരി പേർക്ക് സ്പ്രെഡ് ചെയ്തിരുന്നു ഫോർ സെവറൽ ഇയേഴ്സ് എന്ന് പറയുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ഡിസീസ് ഏതാ? കണക്റ്റഡ് വിത്ത് ബാക്ടീരിയൽ ഡിസീസസ്. ന്യൂമോണിയയ്ക്ക് 2 കോസറ്റീവ് ഓർഗാനിസംസ് നമുക്ക് പറയാം. ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. ഓക്കെ, സയന്റിഫിക് നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. വേറൊരു പുള്ളിക്കാരൻ ആരാ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. ഓക്കെ, ഇവർ രണ്ടുപേരാണ് കോസറ്റീവ് ഓർഗാനിസംസ് ആയിട്ട് വരുന്നത്. ഈ ന്യൂമോണിയയുടെ കേസിൽ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് ലങ്സ് ആണ്. ലങ്സിലാണ് ഈ ബാക്ടീരിയ പോയി അറ്റാക്ക് ചെയ്യുന്നത്. നമ്മുടെ ലങ്സിലെ ആൽവിയോളൈ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ആൽവിയോളാർ സെൽസ് ഇൻ ലങ്സ്, അവിടെയാണ് അത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ മെയിനായിട്ടും ഇവർ നമ്മുടെ ബോഡിക്കകത്തോട്ട് എത്തുന്നത് എങ്ങനെയായിരിക്കും? ത്രൂ ഇൻഹാലേഷൻ അല്ലേ? നമ്മൾ ഇൻഹെയിൽ ചെയ്യുക വഴി, നോസിലൂടെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുക വഴി ഇത് കടക്കാം. അതും അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് പേഴ്സൺ കുടിച്ച ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഇത് കടക്കാം. ഇൻഫെക്റ്റഡ് പേഴ്സൺ യൂസ് ചെയ്ത യൂട്ടൻസിൽസ് നമ്മൾ ഉപയോഗിക്കുക വഴി അങ്ങനെ നമ്മുടെ ബോഡിക്കകത്തോട്ട് കടക്കാം കേട്ടോ. എൻട്രി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ത്രൂ ഇൻഹാലേഷൻ, ഡ്രോപ്ലെറ്റ് ഇൻഹാലേഷൻ. അല്ലെങ്കിൽ എയറോസോൾസ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചുമക്കുകയും മറ്റൊക്കെ ചെയ്യുമ്പോൾ എയറിലോട്ട് ഈ ഡ്രോപ്ലെറ്റ്സ് പോകും അല്ലേ? ഈ ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് എയറിലുണ്ടാവും. അത് മറ്റൊരു ഹെൽത്തി ആയിട്ടുള്ള ആൾ ഇൻഹെയിൽ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബോഡിക്കകത്തോട്ട് കിടക്കും. അതാണ് ഈ ഒരു എൻട്രി പറയുന്നത്. അല്ലെങ്കിൽ ഷെയറിങ് ഗ്ലാസസ് ആൻഡ്
യുട്ടൻസിൽസ് എന്ന് പറയുന്നുണ്ട്. ഷെയറിംഗ് ഗ്ലാസസ് ആൻഡ് യുട്ടൻസിൽസ്. ഓക്കെ, ഇനി ഈ ബാക്ടീരിയയുടെ ടാർഗറ്റ് ഏരിയ ഏതാണ്? ദ ഇൻഫെക്ട് ദ ആൽവിയോളി ഓഫ് ലങ്സ് അല്ലേ? ഇൻഫെക്ട് ദ alveoli of lungs. ഓക്കെ, നമ്മുടെ ലങ്സിലെ ആൽവിയോളസ് ഒക്കെ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഈ ആൽവിയോളസിനകത്ത്, നമുക്കറിയാം ആൽവിയോളസ് എന്ന് പറയുന്നത് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ? ഈ ആൽവിയോളസിനകത്ത് മ്യൂക്കസ് കെട്ടിക്കിടക്കും. മ്യൂക്കസ് വിൽ ബി അക്യുമുലേറ്റഡ് ഇൻ ദിസ് ആൽവിയോളസ്, ലീഡ്സ് ടു റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ഓക്കെ, അതാണ് ന്യൂമോണിയയുടെ കേസിൽ സംഭവിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് ന്യൂമോണിയയുടെ സിംറ്റംസ്? ഫീവർ തന്നെയാണല്ലേ സിംറ്റംസ്. ഫീവർ എഴുതാം. ഫീവർ, ചിൽസ്, കോഫ് ഉണ്ട്, ഹെഡ് ഏക്ക്, ഇതൊക്കെ സിംറ്റംസ് ആണ്. സിവിയർ കേസിൽ നമ്മുടെ ലിപ്സും നെയിൽസും, ഫിംഗർ നെയിൽസും ഒക്കെ ഒരു ഗ്രേഷ് ടു ബ്ലൂ കളർ ആകും. ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽസ്, അതിൻ്റെ കളർ മാറും അല്ലേ? ഗ്രേഷ് ടു ബ്ലൂ കളർ. സിവിയർ കേസിലാണ്, സിവിയർ ആയി കഴിഞ്ഞാലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ന്യൂമോണിയയെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള കോസറ്റീവ് ഓർഗാനിസംസ്. 2 ബാക്ടീരിയ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. അവരുടെ ടാർഗറ്റ് ഏരിയ ലങ്സ് ആണ്, ലങ്സിലെ ആൽവിയോള സെൽസ് ആണ് അല്ലേ? അപ്പോൾ ആൽവിയോളനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൽവിയോളയ്ക്കകത്ത് എന്ത് ഫില്ല് ചെയ്യും? മ്യൂക്കസ് ഫില്ല് ചെയ്യും. അങ്ങനെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകും. ഇനി എങ്ങനെയാണ് ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ കോസറ്റീവ് ഓർഗാനിസംസ് ഒരു ഹെൽത്തി പേഴ്സണിലോട്ട് എത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. ത്രൂ ഡ്രോപ്ലെറ്റ് ഇൻഹാലേഷൻ അല്ലേ? എയറിലുള്ള ഈ ഡ്രോപ്ലെറ്റ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴാണ് മെയിനായിട്ടും ഇത് നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നത്. മറ്റു റൂട്ട്സും ഉണ്ട്, ഷെയറിംഗ് ഗ്ലാസസ് ആൻഡ് സെയിം യൂട്ടാൻസിൽസ് അല്ലേ? അതുകൊണ്ട് അല്ലാതെ അപ്പോൾ നമ്മൾ ചുമക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സലൈവ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു സർഫസിൽ മറ്റൊരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ടച്ച് ചെയ്യുകയോ അത് പിന്നെ അവരവരുടെ ബോഡിയിലേക്ക് കൊണ്ടി വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇത് ട്രാൻസ്മിറ്റഡ് ആകാം. ഓക്കെ, അപ്പോൾ ഈ 2 ഡിസീസസ് ആണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അല്ലാതെയുള്ള കുറച്ച് ബാക്ടീരിയൽ ഡിസീസസും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്പെഷ്യലി ദോസ് ആർ പ്രിപ്പയർഡ് ഫോർ നീറ്റ് എക്സാമിനേഷൻ കേട്ടോ. അല്ലാത്തവർ നോട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചത്തുപോത്തൊന്നുമില്ല. അല്ലാതെയുള്ള ബാക്ടീരിയൽ ഡിസീസ്, ടൈഫോയിഡ്, ന്യൂമോണിയ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. വേറെ എഴുതാം, എന്താ കോളറ എഴുതാം. കോളറ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. പിന്നെ ഡിഫ്തീരിയ, പിന്നെ ഡിസെൻട്രി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഡിസെൻട്രി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? ട്യൂബർകുലോസിസ്, ട്യൂബർകുലോസിസ്. പിന്നെ എഴുതാൻ ആന്ത്രാക്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ആന്ത്രാക്സ്. ഇതൊക്കെ ബാക്ടീരിയൽ ഡിസീസസ് ആണ്. നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡിസീസസിൻ്റെ ലിസ്റ്റ് കിട്ടും കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ എഴുതി പോവുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കോസറ്റീവ് ഓർഗാനിസം, അതായത് വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസസിനെ കുറിച്ച് പഠിക്കാം.